ഹോഡ് പിടിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രത്നഗിരിക്കുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗേൾസ് ട്രിപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വേറൊരു സ്റ്റേറ്റിൽ ഒരു ഗേൾസ് ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ലോ ബഡ്ജറ്റിലാണ് ഇന്ന് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ പ്ലാനിങ് നടക്കുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കറൻറ്റ്ലി ഞങ്ങളത് ഇസ്ലാംപൂരാണ്. അപ്പോൾ ഇസ്ലാംപൂരിൽ നിന്ന് അല്ലെങ്കിൽ കോലാപൂരിൽ നിന്ന് നമുക്ക് രത്നഗിരിയിലോട്ട് ഡയറക്റ്റ്ലി ബസ് ഉണ്ട്. ഞങ്ങൾ ഇസ്ലാംപൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി രത്നഗിരിയിലെത്താം. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ലോഗ്. അങ്ങനെ ഇസ്ലാംപൂരിൽ നിന്ന് രാവിലെ 8 മണിക്ക് ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് രത്നഗിരിയിലോട്ടുള്ള ബസ് നമ്മൾ കയറി. ഒരാൾക്ക് ചാർജ് വരുന്നത് 127 രൂപയാണ് കേട്ടോ. അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വരാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഡെയിലി ട്രെയിൻസ് അവൈലബിൾ ആണ് രത്നഗിരി സ്റ്റേഷനിലോട്ട്. ഇപ്പോൾ നമ്മളൊരു വൈകിട്ട് 4 മണിക്കൊക്കെ കയറാനിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ടൈമിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പർ കോച്ചിന് ചാർജ് വരുന്നത് വെറും 500 മുതൽ 600 രൂപയ്ക്കുള്ളിലൊക്കെ നമുക്ക് സ്ലീപ്പർ കോച്ചും നമുക്ക് അവൈലബിൾ ആണ്. സ്ലീപ്പർ സീറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പോണ റൂട്ടിൽ നമ്മൾ ബസ്സിൽ വരുന്ന റൂട്ടിലുള്ള അമ്പാഘട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗട്ട് റീജിയൻ കൂടിയൊക്കെയാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ പോവുക. അപ്പോൾ നല്ല അടിപൊളി റൂട്ടാണ്. ഇതിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ അണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനറി ഫുൾ ഫോഗൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തേക്കുന്നത് ഏപ്രിൽ ടൈമിൽ പോയപ്പോൾ എടുത്തേക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 12 കൂടെ നമ്മുടെ രത്നഗിരി ബസ് സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഒരു 60 രൂപ ഓട്ടോ ചാർജും കൊടുത്ത് ഞങ്ങൾ നേരെ എത്തിയത് ഈ ഒരു ഹോട്ടൽ ആമന്ത്രണ്ണാണ് കേട്ടോ. നിങ്ങൾ ഒരു ഫിഷ് താലി ട്രൈ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടൽ ആമന്ത്രാൻ. നമ്മളിവിടെ നിന്ന് ഒരു ജംബോ ഫിഷ് താലി ഓർഡർ ചെയ്തു. അതിൻ്റെ റേറ്റ് വരുന്നത് 790 ആണ്. 3 പേർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ അറ്റ് രത്നഗിരി എന്ന് പറയാം. ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ഈ സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. സ്കൂട്ടർ എടുത്ത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് ചെന്നു. ഹോട്ടൽ കഞ്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു 3 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ ഒരു റൂമാണ് എടുത്തത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 2000 റുപ്പീസാണ് ടോട്ടലി വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രഷപ്പായി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ രത്നഗിരി ഫോർട്ട്. ഈ രത്നഗിരി ഫോർട്ടിന് നമ്മൾ രത്നദുർഗ് ഫോർട്ട് എന്നാണ് പറയാം. ഇവിടെ നമുക്ക് എൻട്രൻസ് ചെയ്യാനായിട്ട് ടിക്കറ്റ് ചാർജസും കാര്യങ്ങളൊന്നുമില്ല. ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 6 to ഈവനിങ് 6 ആണ്. Hey guys. ആൻഡ് നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇത് 4 to 5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെരി നിയർ ടു രത്നഗിരി മെയിൻ ആണെന്ന് പറയാം. പിന്നെ നമുക്ക് ആ താഴെ കാണില്ലേ, ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അവിടെ നമ്മൾ ആൾക്കാർ ഇറങ്ങണ കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇനിയും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകാനുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റായിട്ട് അവിടെ എത്തിയത്. അത് കാരണം കൊണ്ട് നമ്മൾ അധികം അങ്ങനെ അങ്ങോട്ടേക്കൊന്നും പോയൊന്നുമില്ല. നമ്മൾ ഫോർട്ടൊന്ന് ചുറ്റി കണ്ടു. പിന്നെ ഇത് 16th സെഞ്ച്വറിയിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സീ ഹോഴ്സ് സ്ട്രക്ചറിലാണ് ഈ ഒരു ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫോർട്ടിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫോർട്ട് കണ്ടോ കേട്ടോ. ജസ്റ്റ് നമുക്ക് അടുത്താണ്. പിന്നെ ഒരു ഫോർട്ട് കാണാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഹൈലി സജസ്റ്റ് ഒന്നും ചെയ്യണില്ല കേട്ടോ. നമ്മളപ്പോൾ ഇറങ്ങുവാണ് കേട്ടോ അവിടെ നിന്ന്. എങ്ങനെയുണ്ട് ഭാഗ്യം സ്ഥലം? പക്ഷേ കാണാൻ മാത്രം അധികമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് വ്യൂ ഒക്കെ നല്ല കിടക്കാണ് കേട്ടോ. ഫോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു ടേബിൾ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ രത്നഗിരി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് സൺസെറ്റ് കാണാനാണ്. ഈ മോളിൽ നിന്ന് ഇങ്ങനെ താഴെ ബീച്ചും കണ്ട് കുറേ നേരം ഇരിക്കാൻ നമുക്ക് ഒരു മടുപ്പും തോന്നില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്നായിരുന്നു. അപ്പോൾ ഇതും വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് രത്നഗിരി ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസ് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന്. ഞാൻ ആ കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയ കോൺടാക്റ്റ് ആണ്. ഇവരുടെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചത് എൻടോർക്കാണ്. പിന്നെ വേറൊരു വണ്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയാണ് നമ്മൾ എടുത്തത്. പെർ ഡേ 600 രൂപയാണ് ചാർജ്. മോർണിംഗ് 8 to നൈറ്റ് 6 ആണ്. നൈറ്റ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാം. നമ്മൾ 2 ദിവസത്തേക്കാണ് എടുത്തത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ ഒരു ദാസനും വിജയനും നടന്നു പോകണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളിങ്ങനെ സൂം ചെയ്തെടുത്തത്. നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നായിരുന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോയി? നമ്മൾ ഫോർട്ട് പോയി, പിന്നെ ടേബിൾ പോയിന്റ് അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ താഴെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബീച്ചിൽ വന്നിട്ട് സൺസെറ്റ് കാണാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നല്ല ഏരിയയാണ്, മൊത്തത്തിൽ നല്ല അടിപൊളിയാണ് ഈ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്നിക്കലി വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ പോയിന്റും ഈ ഒരു പ്ലേസും എന്തായാലും മസ്റ്റ് വിസിറ്റ്. അങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ പേരാണ് വയാങ്കിനി ബീച്ച്. അപ്പം നമ്മുടെ കഷേലി ബീച്ചൊക്കെ പോണ വഴിയിലാണ് ഈ രണ്ട് സ്പോട്ടും വരുന്നത്, ഈ ടേബിൾ വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു വയാങ്കിനി ബീച്ചും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈവനിങ് ടൈം വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർഷനൊന്നും വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. നമ്മൾ ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ ഫുൾ വെള്ളമായിരുന്നു. നമുക്ക് ഇപ്പം നമ്മൾ നടക്കുന്ന ഭാഗത്തൊന്നും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഈ ലോ ടൈഡും ഹൈ ടൈഡും ഒക്കെ കാരണം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈവനിങ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും കിട്ടാം. അപ്പോൾ ഇതും വൺ ഓഫ് ദ അടിപൊളി പ്ലേസ് ഓഫ് രത്നഗിരിയാണ്. നിങ്ങളിവിടെ എന്തായാലും വരാട്ടോ. നമ്മളെ ശരിക്കും അങ്ങനെ ബീച്ചിലെത്തിട്ടെ, ഇത് നല്ല അടിപൊളി ബീച്ചാണ്, നല്ല നീറ്റും ഉണ്ട്, നല്ല വൃത്തിയുണ്ട്, ഫുൾ ഇങ്ങനെ റോക്കൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിനി വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കാൻ ഇറങ്ങാൻ പോവാണ്. നല്ല നൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല പോലെ വെള്ളത്തിൽ കളിക്കാനും നല്ല വൃത്തിയൊക്കെയുള്ള നല്ലൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടിയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ പോയുള്ളൂ. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4:30 കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഓക്കെ, വിത്തൗട്ട് മച്ച് പ്ലാനിങ്. എന്നാലും നമ്മൾ പോയ 3 സ്ഥലങ്ങളും എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു. ഇനി നമ്മൾ നാളെയാണ് ബാക്കി ഒരു കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടെ ഇറങ്ങാമെന്നുള്ളൊരു എന്താ പറയുക, ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ നിങ്ങളും ഇവിടേക്ക് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 പ്ലേസസും നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. ബീച്ചിലൊക്കെ ഇറങ്ങാം, കളിക്കാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ പറയുക, നമ്മുടെ നെക്സ്റ്റ് ഡേയുടെ വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളൊരു രത്നഗിരിയിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേസ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത നല്ല സ്ഥലങ്ങളായിട്ട്, രത്നഗിരിയിലെ സ്ഥലങ്ങളായിട്ട് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അവർ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് രത്നഗിരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ഹോഡോ പേഡീസ്.